ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖത്തിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ വിപിൻ, സീനിയർ കൺസൾട്ടൻറ്റ് റെസ്പിറേറ്ററി മെഡിസിൻ, SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഈഞ്ചക്കൽ. ശ്വാസകോശങ്ങളുടെ അണുബാധയാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള അണുക്കൾ കാരണം വരാം. അത് വൈറസസ് കാരണം വരാം, ബാക്ടീരിയ കാരണം വരാം, ഫംഗൈ കാരണം വരാം. എന്താണ് ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ? ന്യൂമോണിയ കാരണം പനി വരാം, കുളിരുണ്ടാവാം, ചുമ, മഞ്ഞ നിറത്തിലുള്ള കഫം, ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന, പ്രത്യേകിച്ചും ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ വരുന്ന രീതിയിലുള്ള കൊളുത്തിപ്പിടിക്കുന്ന പോലത്തെ വേദന. ഇതെല്ലാം ന്യൂമോണിയയുടെ ലക്ഷണങ്ങളാവാം. എങ്ങനെയാണ് ന്യൂമോണിയ കണ്ടുപിടിക്കുന്നത്? ഈ ന്യൂമോണിയ ഉണ്ടാക്കുന്ന അണുക്കൾ, അതായത് ഈ വൈറസസ്, ബാക്ടീരിയ, വേറൊരു ഇൻഫെക്ഷനുള്ള ഒരാളിൻ്റെ നമ്മൾ അകത്തോട്ട് ബ്രീത്ത് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ നമുക്കും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. എയർ വഴിയാണ് ഈ അസുഖങ്ങൾ ഒരാളിൻ്റെ വേറൊരാളിലോട്ട് പകരുന്നത്. ന്യൂമോണിയയുടെ ട്രീറ്റ്മെൻറ്റ് അത് എത്ര സിവിയർ ആയിട്ടുള്ള ന്യൂമോണിയ ആണ് അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഒരു വലിയ ന്യൂമോണിയ ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കിടത്തി ഇഞ്ചക്ഷനായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കേണ്ടി വരും. കൂടുതലായിട്ട് അത് കാരണം ബ്ലഡിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ICUവിൽ വെച്ച് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഒരാളിൻ്റെ പ്രതിരോധ ശേഷി, നമ്മൾ എത്രത്തോളം അണുക്കൾ നമ്മുടെ ഉള്ളിലോട്ട് ചെന്നിട്ടുണ്ട്, അപ്പോൾ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ വെളിയിൽ നിന്ന് ഒരു വൈറസോ ബാക്ടീരിയയോ നമ്മുടെ ശരീരത്തിനകത്ത് കയറുമ്പോൾ, നമ്മുടെ ലങ്സിനകത്ത് കയറുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി അതിനെതിരെ ഫൈറ്റ് ചെയ്യും, നമ്മുടെ ഇമ്മ്യൂണിറ്റി അതിനെതിരെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ആ ഓർഗാനിസംസിനെ പിടിച്ചു നിർത്തി അത് വലിയ സിവിയർ ആവാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കുന്ന സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് അണുക്കൾ അകത്ത് കയറി കഴിഞ്ഞാലും ഒരു വലിയ ന്യൂമോണിയ ഉണ്ടാക്കാം. SP Mediford, you first, always.